പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ, അധികമായി എന്നിൽ നിറയണമേ. യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആരാണ്? ഉത്തരം ജോഷുവ. ജോഷുവയുടെ പിതാവ് ആരായിരുന്നു? ഉത്തരം നൂൻ. തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകൻ ആരായിരുന്നു? ഉത്തരം ജോഷുവ. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം കർത്താവിനു വേണ്ടി. ജോഷുവയുടെ കരം തടഞ്ഞു നിർത്തിയത് ആരെയാണ്? ഉത്തരം സൂര്യനെ. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ജോഷുവ അവർക്ക് നേടിക്കൊടുത്തത് എന്താണ്? ഉത്തരം അവരുടെ അവകാശം. ജോഷുവ പ്രതാപശാലി ആയിരുന്നത് എപ്പോൾ? ഉത്തരം നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ വിളിച്ച് അപേക്ഷിച്ചത് ആരെയാണ്? ഉത്തരം ശക്തനായവനെ, അത്യുന്നതനെ. ഉന്നതനായ കർത്താവ് ജോഷുവയ്ക്ക് ഉത്തരം അരുളിയത് എങ്ങനെ? ഉത്തരം ശക്തമായ കന്മഴ അയച്ച്. ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത് എവിടെ വെച്ച്? ഉത്തരം ബെത്ഹോറോൻ ഇറക്കത്തിൽ വെച്ച്. ജോഷുവ പൂർണ്ണമായും പിൻചെന്നത് ആരെയാണ്? ഉത്തരം ശക്തനായവനെ. ജോഷുവ ആരുടെ സന്നിധിയിലാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ജനതകൾ മനസ്സിലാക്കിയത്? ഉത്തരം ദൈവസന്നിധിയിൽ. യെഫുന്നെയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ആര്? ഉത്തരം ജോഷുവ. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6,00,000 യോദ്ധാക്കളിൽ അവശേഷിച്ചത് ആരൊക്കെ? ഉത്തരം ജോഷുവ, കാലേബ്. കർത്താവ് കൊടുത്ത ശക്തി വാർദ്ധക്യം വരെ നിലനിന്നത് ആർക്കാണ്? ഉത്തരം കാലേബിന്. മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകിയത് ആര്? ഉത്തരം കാലേബ്. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയത് ആര്? ഉത്തരം ഇസ്രായേൽക്കാർ. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്തവരായി നിലനിന്നവർ ആര്? ഉത്തരം ന്യായാധിപന്മാർ. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ആരുടെ? ഉത്തരം ന്യായാധിപന്മാരുടെ. സാമുവൽ സമൂഹത്തിൽ ന്യായം നടത്തിയത് എപ്രകാരമാണ്? ഉത്തരം കർത്താവിൻ്റെ നിയമം അനുസരിച്ച്. രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തത് ആര്? ഉത്തരം സാമുവൽ. വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ആര്? ഉത്തരം സാമുവൽ. വാക്കുകളിലൂടെ വിശ്വസ്തനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആര്? ഉത്തരം സാമുവൽ. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. ആരിലാണ് കുറ്റം ആരോപിക്കാതിരുന്നത്? ഉത്തരം സാമുവേലിൽ. നിദ്ര പ്രാപിച്ചതിനു ശേഷവും പ്രവചിച്ചത് ആരാണ്? ഉത്തരം സാമുവൽ. ആരുടെ മരണമാണ് സാമുവൽ മുൻകൂട്ടി അറിയിച്ചത്? ഉത്തരം രാജാവിൻ്റെ.
സാമുവൽ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ. ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം സാമുവൽ. ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. സാമുവൽ ഇത് പറഞ്ഞത് ആരെ സാക്ഷി നിർത്തിയാണ്? ഉത്തരം ജനത്തെ സാക്ഷി നിർത്തി. പ്രഭാഷകന്റെ പുസ്തകം 46-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 20.